എന്തായാലും ഓരോ വർഷവും പ്രാദേശിക പത്രപ്രവർത്തകരുടെ വിവിധ മേഖലകളിലാണ് അവാർഡ് നൽകിയിരുന്നത്. പ്രാദേശിക ചാനലുകൾക്കും നമ്മൾ ഈ അവാർഡ് ഏർപ്പെടുത്തിയിരുന്നു. ഇത്തവണ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് മികച്ച റിപ്പോർട്ടിനുള്ള അവാർഡ് നൽകാനാണ് പ്രസ് ക്ലബ് കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ എൻട്രി ക്ഷണിക്കുകയും ചെയ്തത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പത്രങ്ങളിൽ നിന്നായി 13 എൻട്രികളാണ് ഈ അവാർഡിനായി ലഭിച്ചത്. അത് കേരളത്തിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകർ, ഇപ്പോൾ ഉത്തരദേശം ദിനപത്രത്തിന്റെ കൺസൾട്ടിംഗ് എഡിറ്ററായി ജോലി നോക്കുന്ന ശ്രീ കെ ബാലകൃഷ്ണൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സണ്ണി ജോസഫ്, ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനും ഇപ്പോൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറുമായി പ്രവർത്തിക്കുന്ന ശ്രീ എം മധുസൂദൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അത് വിലയിരുത്തി ഇന്നിപ്പോൾ ഈ ചടങ്ങിന്റെ ആകർഷണമായി ഇവിടെ ഇരിക്കുന്ന ശ്രീ ബാബു പാണത്തൂരിനെ അവാർഡ് ജേതാവായി തിരഞ്ഞെടുത്തത്. ഞാൻ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. വന്ന അവാർഡ് എൻട്രികളെ കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിക്കാം. 2 പരമ്പരകളും 5 ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികളും ഉൾപ്പെടെയുള്ള എൻട്രികളാണ് ലഭിച്ചത്. അതിലൊരു പരമ്പര ബാബു പാണത്തൂരിൻ്റെ കടലാഴങ്ങളിൽ മറയുന്ന കപ്പലോട്ടക്കാർ എന്ന പരമ്പരയായിരുന്നു. മാലക്കല്ല് സ്വദേശിയായ ഒരാൾ കപ്പൽ ജീവിതത്തിനിടെ കാണാതാവുകയും അതിൻ്റെ ഒരു വാർത്ത ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വലിയ പരമ്പര തന്നെ. കാരണം കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ കപ്പലോട്ടക്കാരുടെ ഒരു നാട് എന്ന് കൂടി പറയാം. ഉദുമ എന്നൊരു ഗ്രാമം തന്നെ അങ്ങനെയാണ് ഉദുമ ലേഖകൻ കൂടിയായ ബാബു പാണത്തൂർ അത്തരത്തിലുള്ള ഒരു പരമ്പരയിലേക്ക് അദ്ദേഹത്തിന്റെ പേന ചലിപ്പിച്ചത്. പിന്നൊന്ന് എന്തായാലും ഏറെ സന്തോഷമുണ്ട്. ക്ഷണിക്കപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമകാലികരായ പത്രപ്രവർത്തകർ അധ്യക്ഷത വഹിക്കുന്നത് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ്, പരിചയപ്പെടുന്നത് പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉദുമയാണ്. അദ്ദേഹത്തെ പരിപാടിയുടെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തുന്നത് ബഹുമാനപ്പെട്ട ഗായിക അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്വാഗതം. കാസർഗോഡ് നഗരസഭയുടെ ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം അറിയിക്കുന്നത് ശ്രീ ടി എ ഷാഫി, മുഹമ്മദ് ആഷിം, സ്കിന്നേഴ്സ് കാസർഗോഡ് എന്നത് സതീശൻ കരിച്ചേരി. ഈ പരിപാടിയുടെ ആകർഷണം ബാബു പാണത്തൂർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണനെ ക്ഷണിക്കുകയാണ്. നമ്മളിത് തുടങ്ങാന്ന് വെച്ചത് ഏതായാലും ഇവിടെ ഇരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നിറഞ്ഞ സന്തോഷമാണ് മനസ്സിൽ. കാരണം വളരെ ചുരുങ്ങിയ ആളുകളാണെങ്കിലും കാസർഗോഡിൻ്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന പ്രഗത്ഭരായ ആളുകളിരിക്കുന്ന ഒരു സദസ്സ്, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി എണ്ണം കൊണ്ട് കുറവാണെങ്കിലും ആളുകളുടെ പ്രാതിനിധ്യം കൊണ്ട് ഏറ്റവും സമ്പന്നമായ ഒരു സദസ്സിന് മുന്നിൽ വെച്ചാണ് കെ കൃഷ്ണൻ എന്ന ഏറ്റവും കാസർഗോഡിൻ്റെ സ്പന്ദനങ്ങളറിഞ്ഞ, കാസർഗോഡിനെ കൃത്യമായി മനസ്സിലാക്കിയ, കാസർഗോഡിൻ്റെ വികസനത്തിന് വേണ്ടി മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ജീവിതം ഒഴിഞ്ഞു വെച്ച കെ കൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ പേരിലുള്ള ഒരു അവാർഡ് വിതരണം. അതുകൊണ്ട് തന്നെ വളരെ മഹനീയമായ ഒരു സദസ്സ് എന്നതിൽ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹി എന്ന രീതിയിൽ ഒരു അഭിമാനം ഈ നിമിഷം തോന്നുന്നു. മന്ത്രി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ടാണ് 2 ദിവസം മുമ്പ് മന്ത്രിയുടെ ഡേറ്റ് നോക്കി അതിനനുസരിച്ച് ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രധാനപ്പെട്ട പ്രാദേശിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ മാധ്യമപ്രവർത്തകർ. അത്തരം മാധ്യമപ്രവർത്തകരുടെ ജനങ്ങളുടെ ജീവിതം അറിയുന്ന, അവരുടെ സ്പന്ദനം അറിയുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റോറികളാണ് മത്സരത്തിനെത്തിയത്, പരമ്പരകളാണ് മത്സരത്തിനെത്തിയത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. കാസർകോട്ടെ പത്രപ്രവർത്തകന്മാർ അവരുടെ ജോലി ചെയ്യാൻ ഭയപ്പെട്ടിരുന്നൊരു കാലത്ത് പത്രപ്രവർത്തകർക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ മുന്നോട്ട് വന്ന ധീരനായ പത്രപ്രവർത്തകനായിരുന്നു കെ കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും.
നമ്മുടെ ഇന്നത്തെ കാലഘട്ടവും കിച്ചൺ പത്രപ്രവർത്തനം ആരംഭിച്ച കാലഘട്ടവും താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അന്ന് വാർത്തകൾ ശേഖരിക്കുന്നതിന് വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വാർത്തയുടെ ഉറവിടം തേടി ഒരുപാട് പേരെ സമീപിക്കേണ്ടി വരികയും ഇങ്ങനെ ഒരു വാർത്ത ശേഖരിച്ചുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ഇന്ന് കാണുന്ന എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പത്രപ്രവർത്തനമാണ് കെ കൃഷ്ണൻ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സെൻ്റായിട്ടുള്ള പലരും കൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും സന്നദ്ധ സഹചാരികളുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാത്രമേ എനിക്കും കൃഷ്ണനെ പറ്റി അറിയുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ കൃഷ്ണനുമായിട്ട് വളരെ അടുത്ത് പോയത് 1985 ഒക്ടോബർ മാസം 15-ാം തീയതി 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം ഉണ്ടായപ്പോൾ കൃഷ്ണൻ്റെ കൂടെ ഉണ്ടായി എന്ന കാരണത്താൽ മാരകമായ പരിക്കേൽക്കേണ്ടി വന്ന ഒരു സന്ദർഭം ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിൽ 2 കട്ടിലിൽ 48 ദിവസത്തോളം ചികിത്സയിൽ തേടി കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് കൃഷ്ണനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ സാധിച്ചത് എന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്നും ഇന്നുമൊക്കെ പത്രപ്രവർത്തന മേഖലയിൽ ഫാസിസത്തിൻ്റെ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അന്തരീക്ഷങ്ങളെ തരണം ചെയ്യാൻ കഴിയാത്ത വരുന്ന ഘട്ടങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് കിച്ചൻ്റെ പത്രപ്രവർത്തന ശൈലിയാണ്. എവിടെ പോയാലും എന്ത് സന്ദർഭത്തിലായാലും കിച്ചൻ്റെ മനസ്സിനകത്തുള്ള ആ പത്രപ്രവർത്തന ആർത്തി പുറത്തു വരികയും ഏത് പരിപാടിയിലാണെങ്കിൽ പോലും അവിടെ ഒരു വാർത്ത കണ്ടെത്തി അത് പിറ്റേ ദിവസം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ശൈലി വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കരുതിയിരുന്ന ഒരു കാലമുണ്ടായി. അതൊരു ക്രിസ്ത്യൻ കാലഘട്ടമായി. ആ കാലഘട്ടത്തിലെ പത്രപ്രവർത്തനങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി അതിലേറെ അഭിമാനത്തോടു കൂടി കണ്ടിരുന്ന ആ കാലം പോയോ എന്ന് സംശയിക്കേണ്ടി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്ത ഏത് പരസ്യം ഏത് എന്ന് പോലും അറിയാത്ത കൃഷ്ണൻ ഈ മണ്ണിൽ നിന്ന് പോയിട്ട് 20 വർഷമായെങ്കിലും 20 വർഷം കൃഷ്ണൻ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. നാരായണൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തമാശകൾ തമാശകളൊക്കെ ബാക്കി വെച്ചാണ് കൃഷ്ണേട്ടന് പോയത്. ആർജവമുള്ള പത്രപ്രവർത്തകരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് കൃഷ്ണേട്ടനാണ്. അത്രമാത്രം തന്നേടിയായിരുന്ന ഒരുപാട് സ്കൂപ്പ് വാർത്തകളിലൂടെ കാസർഗോഡിനെ നിരന്തരം ഞെട്ടിച്ചുകൊണ്ടിരുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു കൃഷ്ണേട്ടൻ. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു കാലം പത്രപ്രവർത്തനം നടത്താനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. കൃഷ്ണേട്ടനെ ഒന്നിച്ച് ജോലി ചെയ്യുമ്പോഴും ഇവിടെ കൃഷ്ണേട്ടൻ്റെ ഒരുപാട് ആത്മസുഹൃത്തുക്കളുണ്ട്. സ്കിന്നേഴ്സിൽ കൃഷ്ണേട്ടനോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ. ഷാഫി എന്ന മനോഹരമായ ഒരു പേര് എനിക്കുണ്ടെങ്കിലും അദ്ദേഹം എന്നെ ആ പേര് വിളിച്ചിരുന്നത് വളരെ അപൂർവമായിരുന്നു. അദ്ദേഹം കൂടുതൽ വിളിച്ചിരുന്നത് എടാ സൂറ എന്നായിരുന്നു. സൂറ എന്നുള്ളൊരു വാക്ക്
അഭിസംബോധനയായിരുന്നു കൃഷ്ണേട്ടന് പലപ്പോഴും ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതൊരു അവകാശമായിരുന്നു അദ്ദേഹത്തിന്. AK നായനാർക്കൊക്കെ കേരളം കൊടുത്തൊരു അവകാശമുണ്ട്. എന്തും പറയാം, എന്തും ആരോടും ഇത് ചോദിക്കാനുള്ള ഒരു അത്യപൂർവമായിട്ടൊരു അവകാശം നായനാറിന് കേരളം കൊടുത്തിരുന്നു. അതിനെ കേരളം സ്വീകരിച്ചത് അങ്ങനെ തന്നെയാണ്. നായനാരാണ് പറയുന്നത്, അതിൽ കളങ്കമില്ല, നിഷ്കളങ്കമായ പ്രയോഗങ്ങളാണെന്ന രീതിയിലാണ് അതിന് കേരളം നായനാരുടെ വാക്കുകൾ കേട്ടത്. അതുപോലെയായിരുന്നു കൃഷ്ണേട്ടൻ്റെ അഭിസംബോധനകളിൽ കൃഷ്ണൻ്റെ വാക്കുകളൊന്നും ആരെയും അത് പ്രയോഗിക്കാൻ നമുക്കൊന്നും അനുവാദമില്ലെങ്കിലും കൃഷ്ണേട്ടൻ അത് പ്രയോഗിക്കുമ്പോൾ അത് എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. സ്ത്രീകളുടെ സദസ്സിൽ പറയാൻ പറ്റുമെന്നറിയില്ല. ഞാൻ പിന്നെ ഒരു കൃഷ്ണേട്ടൻ്റെ ആധികാരികമായിട്ടുള്ള സംഭവങ്ങളിലേക്കൊന്നും പോകില്ല, കാരണം ഇവിടെ ഉള്ളവരെല്ലാവരും കൃഷ്ണേട്ടനെ കണ്ടവരാണ്. ഒരു വിവാഹ ചടങ്ങിൽ ഇല്ലെങ്കിൽ അത് പോട്ടെ, ഞാൻ പറയുന്നില്ല, അത് മാറ്റിയേക്കാം. ഒരു തവണ കാസർഗോഡ് ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്, പുതിയ ബസ് സ്റ്റാൻഡൊന്നും സജീവമായിട്ടില്ല, പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരാൾക്കൂട്ടം. ഈ ആൾക്കൂട്ടത്തിനിടയിൽ കൃഷ്ണനുണ്ട്. ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ DYSP നേരിട്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വരുന്നു. കൃഷ്ണയാണ് അദ്ദേഹം തേടുന്നത്. ആൾക്കൂട്ടത്തിനിടയിൽ കൃഷ്ണനുണ്ട്. അപ്പോൾ DYSP വന്ന് ചോദിച്ചത് ആരാടാ കൃഷ്ണൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ DYSPയുടെ ആ ചോദ്യം, ആരാടാ കൃഷ്ണൻ എന്നുള്ള ചോദ്യം കൃഷ്ണേട്ടന് ഇഷ്ടമായില്ല. കൃഷ്ണേട്ടന് നേരെ ഇങ്ങനെ താടിയും തടവി ശീലമുണ്ട്, താടിയും തടവിക്കൊണ്ട്, കഷണ്ടി തടവിക്കൊണ്ടുള്ള ശീലമുണ്ട്. അതിങ്ങനെ താടി തടവിക്കൊണ്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാനാടാ കൃഷ്ണൻ DYSP എന്ന് പറഞ്ഞു. ആ ഡാന്ന് തിരിച്ചു പറയാനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കിയിട്ട് ആ ഒരു ധൈര്യം കാണിക്കാനുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾക്ക് എവിടെയും പോലീസുകാരൊക്കെ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചോദ്യം ചെയ്യുന്ന ആ തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നു. ആ കാലഘട്ടത്തിൽ പോലീസിനൊക്കെ ഒന്ന് വയനാട് ഭയന്നിരുന്നൊരു കാലഘട്ടത്തിൽ പോലീസിനെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം കൃഷ്ണേട്ടനുണ്ടായിരുന്നു. അന്ന് ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ കൃഷ്ണേട്ടന് ചില ഓഫീസുകളിൽ രാവിലെ കയറിയിരുന്നു. ചില ഓഫീസുകളിലേക്ക് അദ്ദേഹം പോകും. മിക്കവാറും അന്നത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹം പോകും. കൃഷ്ണേട്ടൻ ഒരു ഓഫീസിൽ കയറി വന്നാൽ ആ ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അന്നത്തെ ഉത്തരേന്ത്യ ഇറങ്ങുന്നത് വരെ അവർ അസ്വസ്ഥരാണ്. ഇന്ന് എന്തായിരിക്കും കൃഷ്ണേട്ടൻ നമ്മളെ കുറിച്ച് എഴുതാൻ പോകുന്നത്? അങ്ങനെ ഒരു തരം ഈ അഴിമതിക്കെതിരെ, അനീതിക്കെതിരെയൊക്കെ നിരന്തരം ശ്രദ്ധിക്കുകയും നിരന്തരം സംസാരിക്കുകയും എഴുതുകയും ചെയ്ത ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ കാസർഗോട്ടെ വായനക്കാർ തിരിച്ചറിഞ്ഞിരുന്ന ഒരു പത്രപ്രവർത്തകൻ കൃഷ്ണനായിരുന്നു. K. കൃഷ്ണൻ എന്ന പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ പുരസ്കാരമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ബാബുവിന് ഇവിടെ സമ്മാനിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കും പൊതുസമൂഹത്തിന്റെ വിവിധ തുറകളിൽ എത്തി നമുക്കൊക്കെ സന്തോഷം പകരുന്നു. പ്രിയപ്പെട്ട കൃഷ്ണന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തലവഴിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട ബാബുവിനെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കപ്പലോട്ടക്കാരൻ തലക്കെട്ടിൽ മാതൃഭൂമി ഉദുമ ലേഖകൻ ബാബു പാടത്തൂർ തയ്യാറാക്കിയ വാർത്താ പരമ്പര K. കൃഷ്ണൻ മാധ്യമ പുരസ്കാരത്തിന് അർഹത. അന്വേഷണാത്മക സ്വഭാവമുള്ള റിപ്പോർട്ട്, ആധികാരിക സ്വഭാവമുള്ള വിശകലനങ്ങൾ, കാര്യമാത്ര പ്രസക്തമായ വിഷയാവതരണം എന്നിവ വാർത്താ പരമ്പരയെ ആവശ്യമാണെന്ന് അടുത്ത മന്ത്രി സംസാരിക്കും. സഹോദരി അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷം. കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ തന്നെ സാമൂഹികമായും സാംസ്കാരികമായും ഏറ്റവും വൈവിധ്യമുള്ള ജില്ല എന്നതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത. ഭാഷയുടെ കാര്യത്തിൽ അത് പ്രകടമായിട്ടുള്ള ഒരു കാര്യം തന്നെ. ബഹുഭാഷാ പ്രദേശം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന കാസർഗോഡ്
വിവിധ സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഒരേ രീതിയിലുള്ള ശ്രദ്ധ പതിപ്പിക്കാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിന് കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം. കാരണം 7-ലധികം ഭാഷകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിവിധ സംസ്കാരങ്ങളും അതേപോലെ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഇതൊന്നും തന്നെ സംഘർഷത്തിലേക്ക് പോകാതെ വളരെ സൗമ്യമായുള്ള രീതിയിലുള്ള പെരുമാറ്റം കൊണ്ട് ശ്രദ്ധേയമായ ജനങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ തന്നെ കാസർഗോഡിനെ കാണുന്നത്. മലയാളത്തിൽ തന്നെ പൊതുവായ മാധ്യമ പ്രവർത്തന സമാന്തരമായിട്ടാണ് കാസർഗോഡിൻ്റെ മാധ്യമ സംസ്കാരം നിലനിൽക്കുന്നതെന്ന് ഞങ്ങളുടെ എഴുത്തുകളിൽ നിന്നും പലപ്പോഴും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നാടിനോടുള്ള ഒരു പ്രതിബദ്ധത എന്നും രേഖപ്പെടുത്തിക്കൊണ്ടാണ് കാസർഗോഡിൻ്റെ എഴുത്തുകളൊക്കെ തന്നെ പുറത്തിറങ്ങുന്നത്. വലിയ മാധ്യമങ്ങൾക്കൊരു കാലത്ത് കാസർഗോഡ് അത്ര ശക്തമായിട്ടുള്ളൊരു പ്രചരണം ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട്. വലിയ പത്രങ്ങൾക്കപ്പുറം പ്രാദേശികമായിട്ടുള്ള വാർത്തകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രചരിച്ചിരുന്ന അത്തരത്തിലുള്ള പത്രപ്രവർത്തനത്തിന് വലിയ മുൻകൈ കിട്ടിയ സ്ഥലമാണ് കാസർഗോഡ്. ആ ഒരു സ്വാധീനം നല്ല രീതിയിൽ പ്രാദേശിക പത്രപ്രവർത്തനത്തിന് കാസർഗോഡ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ തന്നെ അതിൻ്റെ അനുഭവസ്ഥരാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അനുഭവിച്ചു വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രാദേശിക പത്രപ്രവർത്തനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമം എന്നുള്ള രീതിയിലാണ് ഉത്തരദേശം അറിയപ്പെട്ടത്. ഇതിൻ്റെ മാധ്യമ പ്രവർത്തകനായിരുന്ന KM അഹമ്മദ് മാസ്റ്റർ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉത്തരദേശം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ. ഈ മേഖലയിലെ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉത്തരദേശം പോലുള്ള പ്രാദേശിക പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ തന്നെ അവിടുത്തെ പ്രാദേശിക പത്രങ്ങളിൽ നമ്മൾക്ക് വരുന്ന സമയത്ത് ഒരു വാർത്ത വരുത്താനാണ് ശ്രമിക്കുന്നത്. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പോൾ അന്നത്തെ ഈ ഒരു രീതിയിലേക്ക് പ്രാദേശിക വാർത്തകളുടെ സ്വാധീനം ഉണ്ടാക്കാൻ ഉത്തരദേശവും അതിൻ്റെ ജേർണലിസ്റ്റും ആ കാലത്ത് ശ്രമിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രാദേശിക പത്രങ്ങളിടയിൽ തന്നെ ഇത്തരത്തിൽ സ്വാധീനം ജനങ്ങളിൽ ചെലുത്താൻ ഉത്തരദേശത്തിന് കഴിഞ്ഞു. അതിനായി നേതൃത്വം നൽകിയ കാസർഗോഡ് തന്നെ എല്ലാവരും അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക പ്രവർത്തിയുള്ള വ്യക്തിയാണ് കൃഷ്ണേട്ടൻ എന്നാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അറിവ്. ഞാൻ അദ്ദേഹത്തെ മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ ലേഖനായിരുന്നു ജയേന്ദ്രൻ്റെ കൂടെ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കാണാനുണ്ടായി. വളരെ മുമ്പുള്ളൊരു കാര്യം. ഞാൻ കോഴിക്കോട്ട് അദ്ദേഹത്തോടൊപ്പം ഏറ്റവും നല്ല സൗഹൃദം പുലർത്തിയെന്നതാണ്. അദ്ദേഹം ഏഷ്യാനെറ്റിൽ മാതൃഭൂമിയിലുള്ള കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിനൊപ്പം ധാരാളം സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ കാസർഗോഡുള്ള ഏതോ ഒരു സംഗമത്തിൽ വെച്ചാണ് സാധാരണയായി ജയേന്ദ്രൻ്റെ സ്വഭാവം പത്രപ്രവർത്തകർ ഒന്നിച്ച് ചേർത്തിരിക്കുക, കുറേ സമയം ചെലവഴിക്കുകയാണ്. പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ എല്ലാ പത്രപ്രവർത്തകരും കോഴിക്കോട് സംഗമിക്കാറ്. അപ്പോൾ ഒരു പ്രാദേശിക പത്രത്തിലാണെങ്കിലും അദ്ദേഹം അവിടെ വന്നതായിട്ട് അത് വളരെ മുമ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രാദേശിക പത്രത്തിൽ ജില്ലയിൽ ആകെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ എന്നുള്ളത് ആ
ഒരു പ്രാദേശിക ലേഖനപ്പുറം തന്നെ കാസർഗോഡിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ അധികാരികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ബോധ്യപ്പെടുത്താൻ വലിയ ശ്രമം നടത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അനുസരിക്കുക എന്നുള്ളത് അത്ര ധർമ്മങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പുതിയ തലമുറയ്ക്ക് എത്ര കണ്ട് ഇത്തരത്തിലുള്ള പത്രപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട. പുതിയ പത്രപ്രവർത്തനങ്ങളിൽ നിന്ന് യോജിച്ചു പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇന്നും പ്രാദേശിക പത്രങ്ങൾ മാത്രമാണ് സത്യസന്ധമായുള്ള വാർത്തകൾ വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം പല വാർത്തകളുടെയും യാഥാർത്ഥ്യങ്ങൾ തേടുമ്പോൾ ഒരു മാധ്യമ രംഗത്തുണ്ടായിട്ടുള്ള കച്ചവടവൽക്കരണം എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും അധികം ആദ്യം ഉത്തരം പറയാൻ കഴിയുക നിങ്ങൾക്കാണ്. നിങ്ങളുടെ ഡെസ്കിൽ വരുന്ന എത്ര വാർത്തകൾ നിങ്ങൾക്ക് ധൈര്യമായി പുറത്തിറക്കാൻ കഴിയും, സത്യസന്ധമായ എത്ര വാർത്തകൾ നിങ്ങൾക്ക് പ്രിന്റിങ്ങിലേക്ക് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ബ്യൂറോ ചീഫിൻ്റെ അനുമതി ലഭിച്ചാൽ പോലും മുതലാളിമാരുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ വാർത്തകൾ പിന്നെ നമ്മുടെ പ്രസ് മുറികളിൽ താഴ്ന്നു പോയിട്ടുണ്ട്. ഒരിക്കലും പൊങ്ങാത്ത വാർത്തകൾ തന്നെ ഉണ്ടായിരിക്കാം. ഞാൻ ഇത് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ജയേന്ദ്രൻ്റെ ഇവിടുത്തെ വളരെ അടുത്ത സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഇതേക്കുറിച്ച് നന്നായി അറിയുകയും പഠിച്ചും ചെയ്തൊരാൾ. മാതൃഭൂമിയിലെ അനുഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന വളരെ ചുരുക്കം ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞങ്ങളൊക്കെ തന്നെ. ഞങ്ങളൊരു 10-15 ആളുകൾ. നിരവധി പീഡനങ്ങൾ അന്ന് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അറിയുന്ന പത്രപ്രവർത്തനം പിന്നീടാണ് ആ ഒരു കച്ചവടവൽക്കരണം ശക്തമായി തുടങ്ങി. ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ വന്നതിന് ശേഷം പിന്നീട് ആ ഒരു മേഖലയിലേക്ക് ധാരാളം ചാനലുകൾ വന്നതോടുകൂടി കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തനത്തിന് വേറൊരു രീതിയാണ് കണ്ടെത്താൻ. അതിലാണ് ഇന്ന് ജീവിക്കുന്നത്. എത്ര കണ്ട് ഈ വിശ്വാസ്യത ഈ മാധ്യമരംഗത്ത് നിലനിർത്തി പോകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെ. ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള ചർച്ച വളരെ കൂടിയൊരു കാലഘട്ടം. എത്ര കണ്ട് നമ്മുടെ ഓരോ രേഖകളുടെയും പ്രസിൽ നിന്നും അടിച്ചു വരുന്ന വാർത്തകളെ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയും? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. അപ്പോൾ വാർത്തകളിൽ സത്യസന്ധത പുലർത്താൻ കഴിയുന്നില്ല. അത് ലേഖകന്റെ കുഴപ്പമൊന്നുമല്ല. ലേഖകൻ നിസ്സഹായനാണ്. അവനൊരു കൂലി എഴുത്തുകാരനായി മാറുന്നു എന്നുള്ളൊരു ദുഃഖം അതിലുണ്ട്. പക്ഷേ ഇതൊരു ജോലിയായി ഏറ്റെടുത്ത ഒരു കാര്യമാണ്. ത്യാഗമായിട്ടും ഇന്ന് പത്രപ്രവർത്തനം നടത്താനൊന്നും കഴിയും. കുടുംബം പോറ്റണമെങ്കിൽ കൃത്യമായി തന്നെ മുതലാളിക്ക് എഴുത്ത് നടത്തേണ്ട ഒരു കാലമാണ്. അതിനെ ബാധിക്കാത്ത ഒന്നേ ഉള്ളൂ, പ്രാദേശിക പത്രപ്രവർത്തനം മാത്രമാണ് ഇന്ന് അതിനും വിരുദ്ധമായി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പ്രാദേശിക പത്രങ്ങളിൽ മാത്രമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്. കാരണം അവിടെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അനുപസ്ഥരാണ്, കണ്ടവർ തന്നെയാണ് ഇത് വായിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഇടപെടലുകൾ ആർക്കും നടത്താൻ കഴിയും. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 15 വർഷത്തോളമായി ഉണ്ടാവും. പക്ഷേ 20 ഞാൻ ശരിയാണ് 25 years മരിച്ചിട്ട് ഏകദേശം 20 വർഷത്തോളം ആകാൻ പോവുക. അപ്പോൾ ഈ ഒരു മാധ്യമപ്രവർത്തനത്തിൽ ഇത് എന്തെങ്കിലും പറഞ്ഞാലും അതൊരു പ്രശ്നമാണ് ഇവിടെ എന്നുള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് അധികാരി വർഗത്തിൽ എത്തിക്കുക എന്നുള്ള ധർമ്മം മറന്നു പോകാതെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു കാര്യം. പക്ഷെ അതിനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം കൊണ്ടുപോവുക എന്നുള്ളത്, അല്ലെങ്കിൽ അധികാരികൾ മാത്രമാണ് കുറ്റക്കാർ എന്നുള്ള രീതിയിലേക്ക് കുത്തപ്പെടുക. ഏതെങ്കിലും ശക്തരായുള്ള അധികാരികൾ ഉണ്ടെങ്കിൽ
അവരെ കൂടെ നിൽക്കുക എന്നുള്ളൊരു പത്രപ്രവർത്തനം എത്ര കണ്ട് വിശ്വാസ്യപരമാണ് ആ പത്രപ്രവർത്തനം എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് പോകേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ അത്തരത്തിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന എത്ര പത്രപ്രവർത്തകർ ഇന്ന് ഇന്ത്യയിലുണ്ട് എന്നതൊന്നും എന്നെ നോക്കിയാൽ നമുക്ക് തന്നെ സ്വയം രചിക്കേണ്ടി വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ നമ്മൾ ഇത് പ്രാദേശിക കാര്യത്തിലേക്ക് വരാം. ഈ കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പത്ര എഴുത്തുകളിൽ പ്രാദേശിക പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനൊക്കെ തന്നെ പ്രാദേശിക പത്രങ്ങളിലുള്ള എഴുത്ത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻഡോസൾഫാൻ ആ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ മുൻകൈ പിന്നെ എടുക്കാൻ പ്രാദേശിക പത്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം. എല്ലാവരും കൈയൊഴിഞ്ഞു പോയ എൻഡോസൾഫാനെ ദേശീയ വാർത്തയാക്കി മാറ്റാൻ അതിന് തുടക്കം കുറിച്ച് പ്രാദേശിക പത്രങ്ങൾ തന്നെയാണ്. അന്ന് വലിയ പത്രങ്ങൾക്കൊന്നും വലിയൊരു പ്രചാരണം ഈ കാസർഗോഡ് ജില്ലയിലൊന്നും ഉണ്ടായില്ല. കാരണം ഭാഷയുടെ സ്വാധീനം എന്നുള്ളത് അതിനൊരു മലയാള ഭാഷയ്ക്ക് അത്ര കണ്ട് സ്വാധീനം അന്ന് കുറവായിരുന്നു എന്നുള്ളതാണ്. കാരണം കർണാടക തുളു ഈ ഒരു ഭാഷയുടെ ഒരു പ്രസരത്തിൽ മലയാള ഭാഷ എത്ര കണ്ട് നമുക്ക് ഈ പത്രങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയുമെന്നില്ല. എങ്കിലും ആ ഒരു രീതിയൊക്കെ തന്നെ നമ്മൾ ഓർത്തു പോകാൻ നല്ലതാണ്. ഇപ്പോൾ ഈ കൃഷ്ണേട്ടൻ്റെ ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം, സ്പിരിറ്റ് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊരു എഴുത്ത് വളരെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ സ്പിരിറ്റ് കള്ളക്കടത്തിലുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്ത് അതിലൂടെ സത്യസന്ധമായിട്ട് അദ്ദേഹം എടുത്തൊരു നിലപാടൊക്കെ തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സത്യസന്ധമായിട്ടുള്ള മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് നമ്മളതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. പക്ഷേ മാധ്യമപ്രവർത്തനത്തിൽ തെറ്റായിട്ടുള്ള പിന്നെ ഒരു പ്രവണതക്കാർ ഇദ്ദേഹത്തെ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ ആ പ്രവണതകളും മൂലച്ചിരിയൊക്കെ തന്നെ ഉയർത്തി അതിനെതിരായി പറയുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മുന്നിലുണ്ടായി. എനിക്ക് തോന്നുന്നു പ്രാദേശിക പത്രത്തിൽ ലേഖനാണെങ്കിൽ തന്നെ ഒരു പത്രപ്രവർത്തകൻ ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിലൂടെ നമ്മളൊരു നോട്ടം നല്ലതാണ് എന്ന് തോന്നുന്നു. പക്ഷേ നമ്മളൊന്നും വിചാരിച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിൽ ഒരു എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് കൂടി ആലോചിച്ച് പോകുന്നില്ല. എന്നാലും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ മത്സ്യദേവിയിലെ അല്ല ബന്ധപ്പെട്ട ആളുകളിൽ ബന്ധപ്പെട്ട എഴുത്താണെന്ന് തോന്നുന്നു ഈ ഒരു അവാർഡ് തവണ കടൽ ജീവിതത്തിൽ ഉള്ള ധാരാളം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ഭാഗമാണ്. അവരെ കുറിച്ചുള്ള എഴുത്തിലാണ് പ്രാവശ്യം നിങ്ങൾ അവർക്ക് കൊടുത്തതെന്ന് അറിയുന്നു. അങ്ങനെ നല്ല കാര്യങ്ങൾ പ്രാദേശിക പത്രപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവാർഡ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അവാർഡിൻ്റെ വലിപ്പമല്ല, ഒരു ആദരവ് എല്ലാവരും ചേർന്ന് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഇന്ന് പ്രാദേശിക പത്രങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പലപ്പോഴും വിശ്വാസ്യതയുടെ കാര്യത്തിൽ പ്രാദേശിക പത്രങ്ങൾ തന്നെയാണ് ഇന്ന് മുന്നിൽ. അതൊരു വസ്തുതയാണ്. ഇന്ന് ഈ പുരസ്കാര ജേതാവിന് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കൃഷ്ണേട്ടൻ പോലെയുള്ള പത്രപ്രവർത്തകരുടെ പാരമ്പര്യം അത് പുതിയ തലമുറയിൽപ്പെട്ട പത്രക്കാർക്ക് പകർന്നു കൊടുക്കേണ്ട ഒന്നാണ് എന്നുകൂടി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ന് ചില മാധ്യമപ്രവർത്തനങ്ങൾ എന്നുള്ളത് പലർക്കും കീഴടങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൃഷ്ണേട്ടനെ ഉദ്ധരിച്ചുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നുകൂടി പറയുക. സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കും നീതിക്കും വേണ്ടി പത്രപ്രവർത്തനത്തിൽ ശക്തമായി
മനോഹരമായിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന പത്രപ്രവർത്തനത്തെ നേർവഴിക്ക് നയിക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൃഷ്ണന്റെ പേരിലുള്ള ഈ അവാർഡും അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുസ്തകവും നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി. ഇതിനു വേണ്ടി